ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വൈറ്റ് സോസ് പാസ്തയാണ്. സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കും, 1 കപ്പ് വെള്ളം. അതിനുശേഷം വെള്ളം ചൂടാകുമ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മുടെ പാസ്ത ഇട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് എത്രയും പാസ്ത ഇട്ട് കൊടുക്കാം. പാസ്ത ഒക്കെ തിളച്ച് നല്ല അടിപൊളിയായിട്ട് വരുമ്പോൾ അതിലോട്ട് നമ്മൾ ഇച്ചിരി കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നത്. നല്ലോണം ഇതൊന്ന് ഇളക്കാം. പാസ്ത നല്ല തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതൊന്ന് ഊറ്റിയെടുക്കാം. നമ്മൾ ഊറ്റിയൊരു ബൗളിലോട്ടാക്കി വെക്കാം കേട്ടോ. എന്നിട്ടൊരു ബൗളിലോട്ടാക്കിയിട്ട് ഇച്ചിരി പച്ചവെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം നമ്മൾ പാസ്ത. നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാൻ വീണ്ടും എടുത്ത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് അതിലോട്ട് 2 ക്യൂബ് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ബട്ടർ ഒന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ നമുക്ക് 2-3 സ്പൂണ് കോൺഫ്ലവറാണ് നമുക്ക് ഇടേണ്ടത് കേട്ടോ. അടുത്തായിട്ട് ക്വാണ്ടിറ്റി അനുസരിച്ച് ബട്ടറും കോൺഫ്ലവറും കൂടുതൽ കുറച്ചൊക്കെ ഇട്ടാൽ മതി. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. പെട്ടെന്ന് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ കട്ട പിടിച്ചു കേട്ടോ. നമ്മൾ പാലെടുത്തിട്ടുണ്ട്. പാൽ നമ്മൾ കുറച്ചായിട്ട് ഒഴിച്ച് കുറുക്കിയെടുക്കുക. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് ബ്ലാക്ക് പെപ്പർ പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിലോട്ട് നമുക്ക് നമ്മുടെ പാസ്ത ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കുറച്ച് റോസ്മെറി ഡ്രൈഡ് ലീവ്സ് ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. നമുക്ക് ജസ്റ്റ് കഴിച്ച് നോക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. എല്ലാം നല്ല ക്രീമിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.